സംസ്ഥാനത്ത് ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്ര എന്ന പദ്ധതി കൊണ്ടുവന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തൃപ്രങ്ങോട് പഞ്ചായത്താണ്. ആ ആദ്യ സർവീസ് നടത്തിയ വണ്ടി KSRTC വണ്ടിയാണ് എൻ്റെ കൂടെയുള്ളത്. പക്ഷേ ഇതിൻ്റെ അവസാന സർവീസിലേക്ക് കടക്കാൻ പോവുകയാണ്. നാളെ മുതൽ ഈ സർവീസ് ഉണ്ടാകില്ല എന്നുള്ളതാണ് തൃപ്രങ്ങോട് പഞ്ചായത്തും അറിയിച്ചിട്ടുള്ളത്. വലിയ നഷ്ടമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത് എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ ഇതിലെ യാത്രക്കാരൊക്കെ പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച്, യാത്രക്കാരെ സംബന്ധിച്ച്, സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് തീരാ നഷ്ടമാണ്. ഒരുപാട് വൈകാരിക ബന്ധം കൂടി അവർക്ക് ഈ ഗ്രാമവണ്ടിയോടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നല്ല വിഷമമുണ്ട്. എന്നും ഇതിൽ തന്നെയാണ് ഞങ്ങൾ വരല്. നിർത്താൻ പാടില്ല, ഒന്നും കൂടി തുടരണം എന്നാണ് ആഗ്രഹം. വിഷമമുണ്ട്. ഞങ്ങളിതിലല്ലേ എന്നും വരല്. അപ്പോൾ അത് നിർത്തുമ്പോൾ ഇനി പൈസ എടുത്ത് വീണ്ടും വരണ്ടേ വൈകുന്നേരമൊക്കെ. അതിൻ്റെ ഒരു ചടപ്പുണ്ട്. നമ്മൾ ഇത്രയും എങ്ങനെ പോയില്ലേ, എന്താ പെട്ടെന്ന് നിർത്തണെന്താ? പിന്നെ നല്ല ഉപകാരം തന്നെയായിരുന്നു. 2 നേരം പോയി വരാനൊക്കെ. ഞങ്ങൾ ഉദ്ഘാടനം മുതലുണ്ട് ഇതില്. ഇനി വേണോ ഗ്രാമവണ്ടി ഞങ്ങൾക്ക് പൈസ കിട്ടൂല. പൈസ ലാഭിക്കാൻ പറ്റൂല. ഗ്രാമവണ്ടിയാണ് ഞങ്ങൾ ആകെ പ്രതീക്ഷ. വിഷമമുണ്ട്. സ്കൂളിൽ വിട്ട് ഞങ്ങൾ ഗ്രാമവണ്ടിയിലല്ലേ എന്നും പ്രതീക്ഷിച്ച് വരുന്നത്. അത് പറ്റൂല. ഞങ്ങൾക്ക് ഇങ്ങനെ വീട്ടിക്ക് പോകണ്ടേ ഫ്രീ ആയിട്ട്. പഞ്ചായത്ത് നഷ്ടമാണെങ്കിൽ നിർത്തന്നെ നല്ലത്. കാരണം അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്തൊക്കെ വെറുതെ ഓടുക എന്ന് വെച്ചാൽ വെറുതെ ഓടുക. ഇവർ രണ്ടാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഗ്രാമവണ്ടി ഒരിക്കലും നിർത്താൻ പാടില്ല. ഞങ്ങൾക്ക് സ്കൂളിലേക്ക് വരാനും പോകാനൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു ഗ്രാമവണ്ടി. നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ ബസ്സിൽ പൈസ കൊടുത്ത് യാത്ര ചെയ്യേണ്ട അവസ്ഥ വരും. നിർത്തണം എന്തിനാ? ഞങ്ങൾക്ക് സൗകര്യമല്ലേ ഇപ്പോൾ യാത്ര. നിർത്താൻ പാടില്ല ശരിക്കും. ഞങ്ങളെ ജോലിക്കാർക്കൊക്കെ നല്ലൊരു ആശ്വാസമാണ് ഇത് യാത്ര. ഭയങ്കര ആശ്വാസമാണ്. ഈ ടൈം ആകുമ്പോൾ ഹൈസ്കൂളത്തെ കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികളെ കയറുന്നതാണ്. പഞ്ചായത്ത് പറയുമ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ച് അവരായിരുന്നു ഈ വനിതകളുടെ സൗജന്യത്തിനുള്ള ഫണ്ട് കെട്ടിയിരുന്നു. ഇപ്പോൾ പ്രിയദർശിനി വന്ന സമയത്ത് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കോർപ്പറേഷനോട് അന്വേഷിച്ചു, എഴുത്തൂത്ത് നടത്തി. കോർപ്പറേഷൻ തിരിച്ചും കൊടുത്തു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കോർപ്പറേഷൻ പറയുന്നത് ഈ പ്രിയദർശിനി വന്നിട്ടും ആവശ്യത്തിനുള്ള തിരക്ക് ഇതിനകത്ത് ഇല്ല എന്നാണ് കോർപ്പറേഷൻ്റെ നിലപാട്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്കിതിനകത്തൊരു അഭിപ്രായം പറയാനുള്ളതില്ല. അത് ഇവരാണ് തീരുമാനിക്കേണ്ടത്, കോർപ്പറേഷനും അതുപോലെ പഞ്ചായത്തും ജനപ്രതിനിധികളും. ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ കഴിഞ്ഞ LDFൻ്റെ ഭരണസമിതിയാണ് ഇങ്ങനൊരു ആശയം കൊണ്ടുവരുന്നത്. അതായത് ഒരു ഗ്രാമവണ്ടി എന്നുള്ള നിലക്ക് സഖാവ് ഫുക്കാറായിരുന്നു അന്നത്തെ വൈസ് പ്രസിഡൻറ്റ്. അതുപോലെ ശാലിനി പ്രസിഡൻ്റായിട്ടുള്ള LDFൻ്റെ ഭരണസമിതി നമ്മുടെ ഗ്രാമത്തിൽ, അതായത് ഈ തൃപ്രങ്ങോട് പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടനവധി വിദ്യാലയങ്ങൾ, ആ പൊതുവിദ്യാലയങ്ങളിലേക്ക് വളരെയധികം കുട്ടികൾ പോകുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതായത് ആലത്തൂർ ഹൈസ്കൂൾ, അതുപോലെ തിരൂർ ബോയ്സ് ഹൈസ്കൂളിലേക്ക്, ചമ്മർവട്ടം GUPയിലേക്കൊക്കെ ഒട്ടനവധി കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾ രാവിലെയും വൈകുന്നേരവുമൊക്കെ ഈ ബസ്സിനെ വലിയ രീതിയിൽ ആശ്രയിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വൈകുന്നേരത്തെയും രാവിലത്തെയും ഒക്കെ സമയമെന്ന് പറയുന്നത് കുട്ടികൾ മറ്റ് പ്രൈവറ്റ് ബസ്സുകളെ കാത്തിരുന്ന് നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ ഒരു യാത്രാ പ്രശ്നം കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് അന്ന് LDFൻ്റെ ഭരണസമിതി വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെ പാവപ്പെട്ട സ്ത്രീകൾ ജോലിക്ക് പോകുന്ന, അപ്പോൾ ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീകളുണ്ട്, തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ മറ്റു ജോലികൾക്ക് പോകുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഈ വണ്ടിയെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ഗ്രൂപ്പുണ്ട്, ഗ്രാമവണ്ടി എന്ന് പറഞ്ഞിട്ട്. എന്നും രാവിലെ ആ ഗ്രൂപ്പ് ഉണരുന്നത് ഇന്ന് ബസ് ഉണ്ടാവില്ലേ, എവിടെ എത്തി എന്ന ചോദ്യങ്ങളിലൂടെയാണ് ആ ഗ്രൂപ്പ് ഉണരുന്നുണ്ടായിരുന്നത്. അതിനെയാണിപ്പോൾ മരണമണി എന്നുള്ള രീതിയിലേക്ക് ഈ പുതുതായി വന്നിട്ടുള്ള തൃപ്രങ്ങോട് പഞ്ചായത്ത് UDFൻ്റെ ഭരണസമിതി ഈ ഗ്രാമവണ്ടി എന്ന് പറയുന്ന ഈ പദ്ധതി നിർത്തലാക്കാൻ പോവുകയാണ്. അവരിപ്പോൾ കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ ഇത് നിർത്തലാക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇങ്ങനൊരു പദ്ധതി വന്നപ്പോൾ തുടക്കത്തിൽ ആശങ്കയായിരുന്നെങ്കിലും പക്ഷേ ജനങ്ങൾ ഏറ്റെടുത്തിരുന്നു. ഈ പ്രത്യേക വിദ്യാർത്ഥികൾ, സാധാരണക്കാർക്ക് ഏറ്റെടുത്തിരുന്നു. അന്നും മുനീർ പറഞ്ഞ പോലെ തന്നെ അന്നും UDF അതിനെതിരായിരുന്നു. പഞ്ചായത്തിൻ്റെ പൈസ ഇതിനെ വെറുതെ. അപ്പം നമ്മൾ ആലോചിച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നമ്മൾ പല പദ്ധതികളും മാറ്റിവെക്കുന്നുണ്ട്. സ്ത്രീകളെ ഘടകപതി പറഞ്ഞാൽ എന്തായാലും 20% മാറ്റിവെക്കണം.
സാധാരണ അതൊരു കോഴി, ആട്, ഇങ്ങനത്തെ എന്തെങ്കിലും ഉപകാരം ഒരു പദ്ധതി നല്ല വല്ലാത്ത രീതിയിലാവും മാറുക. ഇതാ പദ്ധതിൻ്റെ പൈസ ഇതിലേക്ക് മാറ്റി വെച്ചാൽ തന്നെ പഞ്ചായത്തിനൊരു നഷ്ടം വരാനില്ല. പക്ഷേ ഇത് ഇവരിപ്രാവശ്യം അതിന് അംഗീകാരം വാങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അത് അവരെ കെടുകാര്യസ്ഥതയാണ്. മാർച്ച് മാസത്തിൽ എല്ലാ പ്രൊജക്റ്റിനും അംഗീകാരം വാങ്ങണം. ഇതൊരു നൂതന പ്രൊജക്റ്റാണ്. പ്രൊജക്റ്റ് ഓഫീസറും എല്ലാവരും ഇരുന്ന് ഇത് തീരുമാനമാക്കി കളക്ടറിൻ്റെ അടുത്ത് പോകേണ്ട കേസാണ്. അത് പോകാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ് അതൊരു ഇല്ലാതാവാൻ പോകുന്നത്. ഇങ്ങനെ ഒരു പദ്ധതി കഴിഞ്ഞ LDF ഭരണസമിതി നടപ്പിലാക്കിയതിന് ശേഷം നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു പല പഞ്ചായത്തുകൾ ഇത് മാതൃകയാക്കിയിട്ടുണ്ട്. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമായിട്ടുള്ളൊരു യാത്ര ഒരുക്കുന്നത്. ഒരു പക്ഷേ പ്രിയദർശിനി പദ്ധതി പോലും ഈ ഒരു പദ്ധതിയിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ പദ്ധതിയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഇല്ലാതാക്കുന്നത്. ഈ പദ്ധതി ഒന്ന് അറേഞ്ച് ചെയ്യേണ്ട പദ്ധതിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രിയദർശിനി സൗജന്യ യാത്ര വന്ന സമയത്ത് KSRTCക്ക് അവരുടെ ദിനപത്തയായിട്ടുള്ള 4000 രൂപ ഒഴിവാക്കി തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും അതിന് മറുപടിയായി KSRTC തന്ന കത്തിൽ ഈ സർവീസ് കുറേ കൂടി പുനർനിർണ്ണയിക്കുന്നത് നന്നായിരിക്കും എന്നൊരു സജഷൻ KSRTC മുന്നോട്ട് വെക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തീരുമാനമെടുത്തിട്ടുള്ളത്. നമ്മൾ ഈ കേട്ടതൊക്കെ ഇതിലെ യാത്രക്കാരുടെയും ഈ ബസ്സിനെ സ്നേഹിക്കുന്ന ആളുകളുടെയും പ്രതികരണങ്ങളാണ്. അവരെ സംബന്ധിച്ച് ഒരിക്കലും ഈ സർവീസ് നിർത്തരുതേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അധികാരികൾ ഇടപെട്ട MLAയും കോർപ്പറേഷനും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ളവർ കൂടി ആലോചിച്ച് ഇതിൽ ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് യാത്രക്കാരുള്ളത്. ഷെഫീഖ് ഒർലായ്ക്കൊപ്പം B. സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.